വടകരയിൽ വോട്ടുറപ്പിക്കാൻ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളും. നാളെ വൈകിട്ട് വടകര കോട്ടപ്പറമ്പ് മൈതാനിയിൽ CPIM സംഘടിപ്പിക്കുന്ന രക്തസാക്ഷി സംഗമം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. UDFും കൊലപാതക രാഷ്ട്രീയത്തിനിരയായവരുടെ ബന്ധുസംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലായപ്പോൾ അക്രമരാഷ്ട്രീയം തന്നെയാണ് വടകരയിലെ മുഖ്യ പ്രചാരണായുധം. വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയായി P. ജയരാജനെ പ്രഖ്യാപിച്ചതിനു തൊട്ടുപിന്നാലെ അരിയിൽ ഷുക്കൂർ, കതിരൂർ മനോജ്, TP ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ കൊലക്കത്തിക്കിരയാക്കിയത് UDF തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവ ചർച്ചയാക്കിയിരുന്നു. CPM അക്രമത്തിൽ കൊല്ലപ്പെട്ട RSSകാരുടെ അടക്കം ബന്ധുക്കളെ അണിനിരത്തി രക്തസാക്ഷി സംഗമം നടത്താൻ RMP പദ്ധതിയുമിട്ടു. RSS സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ RMP പിന്മാറി. ഇതിനു തൊട്ടുപിന്നാലെയാണ് വടകര മണ്ഡലത്തിലെ 97 രക്തസാക്ഷി കുടുംബാംഗങ്ങളെ അണിനിരത്തി അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ CPM തീരുമാനം. നാളെ വൈകിട്ട് വടകര കോട്ടപ്പറമ്പ് മൈതാനിയിലാണ് സംഗമം. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ 97 രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാം മറ്റന്നാൾ 18-ാം തീയതി 4 മണിയോടെ വടകര കോട്ടപ്പറമ്പിൽ ഞങ്ങൾ സജ്ജമാക്കുന്ന വേദിയിൽ ഒത്തുചേരുകയാണ്. അതാതു പ്രദേശങ്ങളിലെ രക്തസാക്ഷി സ്മാരകങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാകും കോട്ടപ്പറമ്പ് മൈതാനത്തേക്ക് ബന്ധുക്കൾ എത്തുക. ഇരകളുടെ സംഗമം നടത്താൻ UDFും തീരുമാനിച്ചിട്ടുണ്ട്. അരിയിൽ ഷുക്കൂറിന്റെയും ഷുഹൈബിന്റെയും മാതാപിതാക്കളെ കൂടാതെ കാസർകോട് പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ മാതാപിതാക്കളും വെള്ളിയാഴ്ച UDF സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ വടകരയിലെത്തും. 24 കോഴിക്കോട്.